എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സുകാരുടെ ക്രിസ്മസ് പരീക്ഷ മാത്തമാറ്റിക്സിൻ്റെ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോ കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തുകൊണ്ട് മുന്നോട്ട് കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മാത്സ് ചോദ്യപേപ്പറിൽ 26 ചോദ്യങ്ങളാണ് ഉള്ളത്. അതിൽ തന്നെ 4 ഡിവിഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ABCD എന്ന് തുടങ്ങിയ 4 ഡിവിഷൻസ് ആണ് ഉള്ളത്. ആദ്യം തന്നെ നമ്മൾ സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുവാൻ പോകുന്നത്. അതിൽ തന്നെ 8 ചോദ്യങ്ങളാണ് ഉള്ളത്. 1 മാർക്ക് വീതമുള്ള 8 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, സം ഓഫ് 2 numbers ഈസ് 13 ആൻഡ് ദ ഡിഫറൻസ് ഈസ് 7. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ? ചോദ്യം എന്തെന്നാൽ കൂട്ടി നോക്കുമ്പോൾ 13ഉം മൈനസ് ചെയ്യുമ്പോൾ 7ഉം കിട്ടുന്ന 2 നമ്പറിൽ ഏതാണ് വലിയ നമ്പർ എന്ന്. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി 10. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? ഓപ്ഷൻസ് ആയിട്ട് 4 എണ്ണം നൽകിയിട്ടുണ്ട്. അതിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി 2 + -5 = -3. പ്ലസും മൈനസും ചെയ്യുമ്പോൾ മൈനസ് ആണ് വരുന്നത്. അതുകൊണ്ട് 2ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ ആൻസർ -3 ആണ് കിട്ടുന്നത്. മൂന്നാമത്തെ ചോദ്യം, ക്വസ്റ്റ്യനിൽ ഒരു ഫിഗർ നൽകിയിട്ടുണ്ട്, ട്രയാങ്കിൾ ഉൾപ്പെടുന്ന ഫിഗർ. ചോദ്യം എന്തെന്നാൽ PQR എന്നൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണെന്നാണ്. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി 8 cm². നാലാമത്തെ ചോദ്യം, എമംഗ് ദ ഗിവൺ പെയർസ് ഓഫ് നമ്പേഴ്സ് പ്രൊഡക്റ്റ് ഓഫ് വിച്ച് പെയർ ഈസ് നാച്ചുറൽ നമ്പർ? 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അതിൽ ഏത് 2 പെയേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലാണ് നാച്ചുറൽ നമ്പർ കിട്ടുന്നത് എന്ന്. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി √2 √8. √2ഉം √8 പ്രൊഡക്റ്റ് അഥവാ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഒരു നാച്ചുറൽ നമ്പറാണ് കിട്ടുക. അഞ്ചാമത്തെ ചോദ്യത്തിൽ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ അതിൻ്റെ വലിയ സൈഡിൻ്റെ നീളം എന്താണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി √5 ആണ്. ആറാമത്തെ ചോദ്യത്തിൽ മോഡുലസ് ഓഫ് എക്സ് <2 എന്ന് പറഞ്ഞുകൊണ്ട് 4 സ്റ്റേറ്റ്മെൻറ്റ്സ് നൽകിയിട്ടുണ്ട്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ബോത്ത് 2 and 4 ആർ ട്രൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് കാണുവാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്താൽ മാത്രമേ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഏഴാമത്തെ ചോദ്യം, 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഈ 4 ഓപ്ഷനിൽ നിന്ന് കറക്റ്റായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1. എന്ന് വെച്ചാൽ 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. കൂടാതെ സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ കാരണം സ്റ്റേറ്റ്മെൻറ്റ് 2 ആണ്. എട്ടാമത്തെ ചോദ്യത്തിലും 7ാമത്തെ ചോദ്യം പോലെ 2 സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. ശേഷം 2 സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ബോത്ത് ആർ ട്രൂ. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് നോട്ട് എ റീസൺ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1. 9ാമത്തെ ചോദ്യത്തിൽ ഒരു ട്രയാങ്കിൾ നൽകിയിട്ടുണ്ട്. സൈഡ് 3 cm, ആംഗിൾ 60 ഡിഗ്രി 55 ഡിഗ്രി എന്നുള്ളത്. ഇതിൻ്റെ ചോദ്യം എന്തെന്നാൽ നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കണം. ഇതിൻ്റെ സൈഡ്സ് 2 1/2 എന്ന രീതിയിൽ സ്കെയിൽഡ് ആക്കിക്കൊണ്ടുള്ള ട്രയാങ്കിൾ വരയ്ക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്, ഇത് വരയ്ക്കുവാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബേസിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക എന്നാണ്. അതിനെ കണ്ടുപിടിക്കുവാൻ ആദ്യം 2 1/2 എന്ന ഇൻപ്രോപ്പർ ഫ്രാക്ഷൻ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക. പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 5/2 എന്ന രീതിയിൽ നമുക്ക് കിട്ടും. ശേഷം സ്കെയിൽ ചെയ്ത സൈഡിൻ്റെ അളവ് കിട്ടുവാൻ
ഈ പറഞ്ഞ 5/2 × 3 ചെയ്യുക. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അത് 7.5 ആണ്. അതാണ് അതിൻ്റെ ലെങ്ത്. അത് യൂസ് ചെയ്ത് അത് ബേസ് ആക്കി വെച്ച് ഒരു ട്രയാങ്കിൾ വരയ്ക്കുവാൻ ശ്രമിക്കുക. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ബിയുടെ ആംഗിൾ 60 ഡിഗ്രിയും കൊടുത്ത് സിയുടെ ആംഗിൾ 55 ഡിഗ്രി കൊടുത്ത് ട്രയാങ്കിൾ വരയ്ക്കുക. 10ാമത്തെ ചോദ്യത്തിന് 3 സബ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ആദ്യം തന്നെ എയിനും ബിയിനും സിയിനും സെപ്പറേറ്റ് വാല്യൂസ് നൽകിയിട്ട് നമ്മൾ ഓരോ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണ് വേണ്ടത്. 1ാമത്തെ ചോദ്യം a - b. ഇത് ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ചെയ്യേണ്ടത് -5 - 4 ചെയ്യുക. അപ്പോൾ 2 നമ്പർ മൈനസ് ആയതുകൊണ്ട് തന്നെ -9 എന്ന ആൻസർ കിട്ടും. 2ാമത്തെ ചോദ്യം b - c. ഇതും എളുപ്പമാണ്. b 4ഉം c -3യുമാണ്. അപ്പോൾ 4 - -3 വരും. അപ്പോൾ മൈനസും മൈനസും പ്ലസ് ആയി 4 + 3 7 കിട്ടും. 3ാമത്തെ ചോദ്യം a + b - c. b 4ഉം -3cയും ആയതുകൊണ്ട് തന്നെ 4 - -3 7ഉം -5 + 7 2ഉം കിട്ടും. അപ്പോൾ 3യുടെ ഉത്തരമായിട്ട് വരുന്നത് -2. 11ാമത്തെ ചോദ്യത്തിന് 2 ക്വസ്റ്റ്യൻസ് ആയിട്ട് നൽകിയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതിയാകും. എ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഈസ് 108 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. ഇഫ് വൺ സൈഡ് ഓഫ് റെക്റ്റാങ്കിൾ ഈസ് 3 സെന്റിമീറ്റർ, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് അതർ സൈഡ്. ഇതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് എഴുതുവാൻ സാധിക്കുന്നത് ആദ്യം തന്നെ അതർ സൈഡ് കണ്ടുപിടിക്കുവാൻ √108 / 3 ചെയ്യുക. അതിൽ തന്നെ 108നെ സ്പ്ലിറ്റ് ചെയ്ത് 36 × 3 എന്ന് എഴുതുക. ശേഷം 36നെ റൂട്ടിൻ്റെ വാല്യൂ പുറത്തെടുത്ത് 6√3/3 എന്ന് എഴുതാൻ പറ്റും. ശേഷം ഇതിനെ 2√3 എന്ന് എഴുതിയതിനു ശേഷം √3യുടെ വാല്യൂ 1.73 മൾട്ടിപ്ലൈ ചെയ്ത് 3.46 സെന്റിമീറ്റർ എന്ന വാല്യൂ നമുക്ക് അവസാനമായി ഉത്തരം കിട്ടും. ബി ക്വസ്റ്റിന് 2 സബ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ഒന്ന് ആ പറഞ്ഞ ഫോം പ്രൂവ് ചെയ്യാനും രണ്ടാമത്തത് ആ ഫ്രാക്ഷൻ 2 ഡെസിമൽ പ്ലേസസ് എന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാനും. ഇതിൻ്റെ ഉത്തരം ബി ക്വസ്റ്റ്യൻ്റെ 1ാമത്തെ സെക്ഷൻ്റെ ആൻസർ ആയിട്ട് ആ ഫോം എടുത്ത് എഴുതിയതിനു ശേഷം ഓരോ ടേംസ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം 2² - √3² എന്ന് കിട്ടും. അവസാനം ആൻസർ 1 എന്ന് കിട്ടും. 2ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് ആ ഫ്രാക്ഷൻ എഴുതിയതിനു ശേഷം 2 + √3 മൾട്ടിപ്ലൈയും ഡിവിഷനും ചെയ്യുമ്പോൾ നമുക്ക് അവസാനമായി 3.73 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. 12ാമത്തെ ചോദ്യത്തിൽ എക്സിന് 4ഉം വൈന് -3യും ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിനുശേഷം 3 സബ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ഓരോന്ന് സോൾവ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. അതിൽ 1ാമത്തെ സബ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. 2ൻ്റെ മോഡുലസ് കണ്ടുപിടിച്ച് സമ്മ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ 4 + 3 = 7 എന്ന് കിട്ടും. 2ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് ആദ്യം സമ്മ് ചെയ്തതിനു ശേഷം മോഡുലസ് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ 4 - 3 1 എന്ന് കിട്ടും. ശേഷം മോഡുലസ് വരുമ്പോൾ 1 തന്നെ ആൻസർ ആയിട്ട് വരും. 3ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് x = 4 y = 3 എന്ന് എഴുതുവാൻ സാധിക്കും. 13ാമത്തെ ക്വസ്റ്റ്യനും എയും ബിയും ആയിട്ട് നൽകിയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതിയാകും. എ ക്വസ്റ്റ്യൻ നോക്കാം. Perimeter of a rectangle is 46 cm. Length of one side is 7 cm more than other side. Find the length of sides of the rectangle. റെക്റ്റാങ്കിളുടെ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. P = 46, അതായത് പെരിമീറ്റർ. പെരിമീറ്ററിനെ 2 × L + B = 46 എന്ന് എഴുതാം. ശേഷം 2നെ അപ്പുറത്ത് കൊണ്ടുപോയി 46 / 2 L + B = 23 എന്ന് എഴുതാം. അതിനുശേഷം എല്ലിനെയും ബിനെയും എക്സ് വൈ ആയിട്ട് അസ്യൂം ചെയ്ത് x + y = 23 എന്നും x - y = 7 എന്നും എഴുതാം. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2x = 30. അപ്പോൾ എക്സിനെ 2 അപ്പുറത്ത് കൊണ്ടുപോയി 30 / 2 50 എന്ന് എഴുതാം. അത് വച്ച് വൈയുടെ വാല്യൂ 8 എന്നും കണ്ടുപിടിക്കാം. ബി ക്വസ്റ്റ്യനും അതുപോലെ ഒരു ചോദ്യമാണ്. രാഹുൽ ബോട്ട് എ ഫുട്ബോൾ ബൂട്ട് ആൻഡ് 2 jerseys for 1600 rupees. A boot
കോസ്റ്റ് 550 rupees മോർ ദാൻ എ ജേഴ്സി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ബൂട്ടിനെ എക്സ് എന്നും ജേഴ്സിനെ വൈ എന്നും കൊടുക്കുക. ശേഷം എക്സ് പ്ലസ് 2y = 1600 എക്സ് മൈനസ് വൈ 550 എന്ന് എഴുതുക. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3y = 1050 എന്ന് കിട്ടും. അപ്പോൾ y എടുക്കുകയാണെങ്കിൽ 350. 14ാമത്തെ ചോദ്യത്തിൽ ഒരു പോളിനോമിയൽ നൽകിയിട്ടുണ്ട്. ശേഷം അത് ഉപയോഗിച്ച് P(1)ഉം P(0)യും P(-2)ഉം കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ ഉത്തരമായിട്ട് P(1) 9ഉം P(0) 1ഉം P(-2) 50യുമാണ് കണ്ടുപിടിക്കേണ്ടത്. 16ാമത്തെ ചോദ്യത്തിൽ ഒരു ഹെക്സഗൺ നൽകിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിൻ്റെ ലെങ്ത് 3 cm ആണ്. ശേഷം 3 സബ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിന് ഉത്തരം കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അതിൻ്റെ ഉത്തരമായിട്ട് എ ക്വസ്റ്റിൻ്റെ ആൻസർ 3 × 6 18 cm, ബി ക്വസ്റ്റിൻ്റെ ആൻസർ 2πr = 2π × 3 80.84 ആണ് ആൻസർ. ശേഷം അതിൻ്റെ ഡിഫറൻസ് 0.84. അപ്പോൾ വീഡിയോയുടെ നീളം കൂടുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ കീ 2 പാർട്ടുകളായി ചെയ്യാൻ ശ്രമിക്കാം. അതിൻ്റെ അടുത്ത പാർട്ട് ഉടൻ തന്നെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് കൃത്യമായി ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുവാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക. നന്ദി.